ഒരു ക്രൈം ത്രില്ലർ പ്ലസ് ഫൈറ്റ് ഇഷ്ടമായി. നന്നായിട്ടുണ്ട് പടം. നല്ല ഫോട്ടോഗ്രാഫി, നല്ല സംവിധാന ശൈലി, സസ്പെൻസ്, ആക്ടിങ് എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സംവിധാനമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, ലൊക്കേഷൻ നല്ലത്, പിന്നെ നമ്മൾ ഇരുന്ന് കാണും, നമുക്ക് ബോറടിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട്. നന്നായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. തമിഴാണെന്നുള്ളൊരു കേരളത്തിലാകുമ്പോൾ നമുക്ക് തമിഴ് ഏകദേശം കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ഡയലോഗ്സൊക്കെ സിമ്പിളാണ്, കുഴപ്പമില്ല. മ്യൂസിക് വെരി നൈസ്, ഔസേപ്പച്ചൻ്റെ മ്യൂസിക് വെരി നൈസ്. അതാണ് കൂടുതൽ പടത്തെ കൊണ്ടുപോകുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഔസേപ്പച്ചന് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സോങ്സ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റീ റെക്കോർഡിങ് വെരി നൈസ്, നന്നായിട്ടുണ്ട്. താങ്ക് യു. അല്ല, ഫസ്റ്റ് കണ്ടപ്പോൾ ഹൊറർ മൂവി എന്നാ വിചാരിച്ച്, പിന്നെ മനസ്സിലായ സൈക്കോ ത്രില്ലറാണെന്ന്. ഇത്തിരി പേടിച്ചു ആദ്യം, നല്ല രീതിക്ക് പേടിച്ചു ആദ്യമൊക്കെ, ഞെട്ടിയായിരുന്നു. വേറെന്താ എന്താ കൊള്ളാം, എല്ലാം ന്യൂ ഫേസ്. മ്യൂസിക്കും ഇതെല്ലാം പഞ്ചെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ എഫക്റ്റിൽ നല്ല രീതിക്ക് നെട്ടി. അതുകൊണ്ട് കൊള്ളാം, ഇഷ്ടമായി, നല്ലോണം ഇഷ്ടമായി. ഇത് ശരിക്കും ഒരു ത്രില്ലർ ടൈപ്പാണ്. ത്രില്ലർ എന്ന് വെച്ചാൽ ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാം. ആ ഒരു ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. അല്ല, ഇത് സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി തായ്നിലം എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് മൂവി ആയിരുന്നു. ഇതിപ്പോൾ സെക്കൻഡാണ്. ഞാൻ ജനിച്ചത് മറ്റെല്ലാം തമിഴ്നാട്ടിലാണ്. എനിക്ക് തമിഴാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും, അതുകൊണ്ട് തമിഴിൽ ചെയ്തു തന്നെ. മലയാളിയാണെങ്കിലും തമിഴിനോട് ആണ് കൂടുതൽ അറിയാവുന്ന ഭാഷ. അല്ല, ശരിക്കും ഇപ്പോഴത്തെ എനിക്ക് കൂടുതലും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ജോണർ എന്ന് പറഞ്ഞാൽ ത്രില്ലറാണ്. അതാകുമ്പം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് സീറ്റ് എൻഡ് വരെ കൊണ്ടിരുത്താൻ പറ്റിയാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ജോണറാണെന്നുള്ളത് കൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടും കൂടെ എടുത്തതാണ് ആ ഒരു പാറ്റേണിലേക്ക് പോയത്. അതെ 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 അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ചെയ്തേക്കുന്നത് ഗാന്ധാര സിനിമയൊക്കെ ചെയ്ത സൗണ്ട് എഫക്റ്റ് ടീമാണ് ചെയ്തേക്കുന്നത്. മിക്സിങ്ങും ഇതൊക്കെ രാജകൃഷ്ണനാണ് ചെയ്തേക്കുന്നത്. RR നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഔസേപ്പച്ചൻ സാറാണ്. അപ്പോൾ പുള്ളി അവരെല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് തിയേറ്റർ റിസൾട്ട് എന്ന് പറയുന്നത്, തിയേറ്ററിൽ ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട്. അല്ല, ഈ ജിത്തൻ രമേശ് എന്ന് പറയുന്നത് മലയാളികൾക്ക് വലിയ സുപരിചിതനല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ പടം മെഗാ ഹിറ്റ് കൊടുത്ത ഹീറോയാണ്. അതിനുശേഷം പുള്ളി കുറച്ച് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ബിഗ് ബോസിലൂടെ പുള്ളി വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് നമ്മളെ പടത്തിലേക്ക് പുള്ളി കമ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഇത് പിന്നെ ഹരീഷ് ചേട്ടനുണ്ട്. ഹരീഷ് പേരടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അരുവി മദൻ എന്ന് പറഞ്ഞാൽ ഇന്നും തമിഴ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. പിന്നെ മലയാളത്തിൽ നിന്ന് കുറേ പേര് ടെക്നീഷ്യൻസിനെ ഒപ്പം കുറച്ച് ആർട്ടിസ്റ്റുകളെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തിരക്കേടില്ലാത്ത ഒരു റെസ്പോണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പരസ്യങ്ങൾ കുറവായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. ഇപ്പം പരസ്യം ചെയ്തു തുടങ്ങി. അതിനനുസരിച്ചിട്ട് ഇന്നൊക്കെ ഇപ്പം മിക്കവാറും എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോയിലും ഒരു 50-60% ഓഡിയൻസ് കയറുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ അറിഞ്ഞും കേട്ടുമൊക്കെ കയറി തുടങ്ങുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ വേറെ തിയേറ്ററുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് പടം കയറി വരാനുള്ള എല്ലാ സാധ്യതയും തമിഴ്നാട്ടിൽ പോലെ തന്നെ ഞങ്ങളിവിടെ കാണുന്നുണ്ട്.